ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെവൻസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഈസി 2 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഞാൻ അതൊരു മിക്സി വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ആദ്യം പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ പൊട്ടറ്റോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണില്ല, കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ഇതൊരു കുഞ്ഞി പൊട്ടറ്റോ നന്നായി കുക്ക് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അവിലിട്ട് കൊടുക്കാം, വെള്ള അവില്. ഇത് നനച്ചതൊന്നല്ല, അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ ഇട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നിങ്ങൾക്കിത് പ്ലെയിനായിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് പ്ലെയിനായിട്ട് ഒരു അപ്പം പോലെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കണില്ലേ, അതുപോലെ നമുക്ക് കുറച്ച് സബോളയും തക്കാളിയും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് വെജിറ്റബിൾസ് വേറെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വല്പം സബോളയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു സ്വല്പം ക്യാരറ്റും കട്ട് ചെയ്തെടുത്തതാണ് ചെറുതായിട്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം, ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഞാനത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളത് കൊണ്ടാണ് വേറൊരു പാത്രത്തിൽ വളരെ കുറച്ച് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിനും താഴെ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു ഇതേപോലെ തന്നെ 1/4 ടീസ്പൂണിന് താഴെയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് ബേക്കിംഗ് സോഡ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ് ഞാൻ അടിക്കുമ്പോൾ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യാഞ്ഞത്. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് ബാക്കിയത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിലേക്ക് കുറച്ച് മാവ് വയ്ക്കാം. നമുക്കിത് ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്കിതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിതിൽ ചില്ലി ഫ്ലേക്സ് ഇടാം, അല്ലെങ്കിൽ പെപ്പർ ഇടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. സ്വീറ്റ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ മോൾക്കൊക്കെ കൊടുക്കുന്ന കാരണമാണ് വേറെ എരിവായിട്ടൊന്നും ഇടാത്തത്. ഒരു പച്ചമുളക് മാത്രം ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടോ, അതുപോലെ തന്നെ പച്ചക്കറിയിലാണെങ്കിൽ വേറെ പച്ചക്കറി വേണമെങ്കിൽ പനീറൊക്കെ ഇട്ടോ, ഒരു തരി കൂടി നമുക്ക് ഉപ്പിടാം. വേറെ പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തിട്ടോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതുതന്നെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി എന്നുള്ളൂ. ഞാനിവിടെ ഒരു ദോശപാത്രമാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു സ്വല്പം നെയ്യ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ. നെയ്യ് വേണമെന്നല്ല, എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കട്ടി കുറച്ച് കൂടുതലായിട്ടോ അങ്ങനെ പരത്തി കൊടുക്കാം. കട്ടിയിൽ വേണമെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണ്ട. നമുക്കൊന്ന് ഇത് അടച്ചു വെക്കാം. നമുക്കിതിന് മുകളിലും ഒരു സ്വല്പം നെയ്യിട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യണേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റൊക്കെ നമുക്ക് കുക്ക് ചെയ്തിട്ട് ഒന്ന് മറിച്ചിടാം. നമുക്കിതൊന്ന് മറിച്ചിടാം, പൊട്ടാതെ നോക്കണം.
ഇനി നമുക്ക് അടച്ചു വെക്കാണ്ട് തന്നെ ഒരു കുറച്ച് നേരം 10 സെക്കൻഡൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ അപ്പം റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൈഡ് വേണമെന്നുള്ളവർക്ക് നോർമൽ ചട്നി എടുക്കാം, അല്ലെങ്കിൽ മയോനൈസ് എടുക്കാം, അല്ലെങ്കിൽ അത് തൈര് മുക്കിയിട്ടും സൂപ്പറായിട്ട് കഴിക്കാം നമുക്കിത്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പൊട്ടറ്റോ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പൊട്ടറ്റോയുടെ ഇതുണ്ടാക്കാം. അതിന് ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ചെറിയൊരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നന്നായി കുക്ക് ചെയ്ത് സ്മാഷ് ചെയ്തത്. നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഉപ്പൊക്കെ ഇടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണേ. ഇതിലേക്ക് നമുക്ക് ഒരു 2 മുട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കത് നന്നായി ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, പൊട്ടറ്റയും മുട്ടയും ഉപ്പ് മാത്രം. ഓക്കെ, നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നമുക്കിതിലേക്ക് ഒരു സ്വല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് തന്നെ വേണമെന്നില്ല, കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഒരു സ്വല്പം ഇടുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ തികച്ചിട്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞേ, ഞാനിപ്പോൾ മോൾ കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് അധികം എരിവിടാത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിടാം കേട്ടോ. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. അത് മൊത്തം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു സെക്കൻഡ് അടച്ചു വെച്ചു. ഇതിന് മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മൊസാറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെ കൂടി ഇട്ട് കൊടുത്തതിന് കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണ്. ഇതിഷ്ടമില്ലാത്തവർ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. നമുക്കിതിന് അടച്ചു വയ്ക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഫ്ലഫി എഗ്ഗാണ്. ഓക്കെ, ഇത് ചീസൊക്കെയാണ് കേട്ടോ ഈ കരിഞ്ഞു പോയത്. പുറത്തേക്ക് പോയ ചീസാണ് അതൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക പൊട്ടറ്റോ എഗ് പിസ്സ എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നമ്മുടെ 2 പൊട്ടറ്റോ ഏറ്റവും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു അപ്പം പോലെയുള്ളതും നമ്മുടെ പിന്നെ ഒരു എഗ് പൊട്ടറ്റോ പിസ്സ പോലെ. അപ്പോൾ രണ്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മുടെ അപ്പം പോലെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചട്നിയോ അതെല്ലാം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് രണ്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നി ഉണ്ടാക്കാം, അല്ലെങ്കിൽ തൈരാവാം, അല്ലെങ്കിൽ മയോനൈസ് ആഡ് ചെയ്യാം. എന്തിൻ്റെ കൂടെയും കഴിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു കിടലിനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടേക്ക് കെയർ, കീപ് സ്മൈൽ ഓൾവേസ്. ബൈ ബൈ.